ഹരേ കൃഷ്ണ. ഒരു ഗന്ധർവന് ഹനുമാൻ ശാപമോക്ഷം കൊടുക്കുന്ന കഥയാണ് ഞാനിവിടെ പറയുന്നത്. വർഷങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. അപ്പോഴേക്കും ഹനുമാൻ കരുത്തനായ ഒരു യുവാവായി വളർന്നു കഴിഞ്ഞിരുന്നു. കാട്ടിൽ മാത്രം ഒതുങ്ങിയുള്ള ജീവിതം ഹനുമാന് ദുസ്സഹമായി തോന്നി. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ ചിന്തിച്ചു, എത്ര നാളാണ് ഈ വനത്തിൽ ഇങ്ങനെ കഴിയുക? ലോകമെല്ലാം ചുറ്റിക്കാണണം, പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയാൽ തൻ്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറാൻ പോകുന്നില്ല. വൈകാതെ ഹനുമാൻ വായു ഭഗവാനെ കണ്ട് ആ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവേ, എനിക്ക് ലോകസഞ്ചാരം നടത്തണമെന്നും മഹാത്മാക്കളെ കാണണമെന്നും മറ്റും ആഗ്രഹമുണ്ട്. അതിനുള്ള അനുവാദം തന്ന് എന്നെ അനുഗ്രഹിക്കണം. മകനെ, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. യാത്രക്കിടയിൽ നിനക്കിനി എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അതും സാധിക്കുന്നതാണ്. പക്ഷേ പുത്ര, നീ ആദ്യം കിഷ്കിന്ധ രാജ്യത്ത് പോകണം. അവിടെ ചെല്ലേണ്ടത് നിന്റെ ആവശ്യം കൂടിയാണ്. ശക്തനായ ബാലിയാണ് കിഷ്കിന്ധ ഭരിക്കുന്നത്. ബാലിക്കൊരു അനുജനുണ്ട്, പേര് സുഗ്രീവനെന്നാണ്. അവൻ്റെ മിത്രമായ നിനക്ക് കീർത്തിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും. ശരി അച്ഛാ. മകനെ, നിനക്ക് നല്ലത് വരട്ടെ. ഇങ്ങനെ മകനെ ഉപദേശിച്ച ശേഷം വായു ഭഗവാൻ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു. ഒരു നിമിഷം ഹനുമാൻ കാട്ടിലെ തൻ്റെ കൂട്ടുകാരെക്കുറിച്ച് ഓർത്തുപോയി. മാൻകുട്ടികളും മുയലുകളും പക്ഷികളും കുയിലുകളെയും എല്ലാം വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്നോർത്തു. ദുഃഖം തോന്നിയെങ്കിലും മനസ്സുകൊണ്ട് അവയോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. താമസിയാതെ ഹനുമാൻ കിഷ്കിന്ധയിലേക്ക് യാത്രയായി. വളരെ ദൂരം പിന്നിട്ടപ്പോൾ ഹനുമാന് വല്ലാത്ത വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഹനുമാൻ ഒരു അരുവി കാണാനിടയായി. ഹാവൂ, ഈ കാട്ടരുവിയിലിറങ്ങി ദാഹം മാറ്റിയിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന് കരുതിയ ഹനുമാൻ കാട്ടരുവിയിലിറങ്ങി കയ്യിൽ നിറയെ വെള്ളമെടുത്തു മുഖത്തോടടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്തത്.